പ്രതിപക്ഷ ബഹളം. 2.5 ലക്ഷത്തിന്റെ പിരിവ് എന്തിനെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിൽ റോജി എം ജോൺ. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആരോപണം അടിസ്ഥാനരഹിതമെന്ന് MP രാജേഷ്. കെ മുരളീധരന്റെ പരാജയത്തിൽ തൃശൂർ DCCയിൽ രാജി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിക്കത്ത് കൈമാറി. ഓഫീസിലെ സംഘർഷത്തിൽ സജീവൻ കുരിയച്ചിറക്കി സസ്പെൻഷൻ. ബിഷപ്പിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി NSS. മാർ കൂറിലോസ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായിരുന്നുവെന്ന് G സുകുമാരൻ നായർ. ആവശ്യമില്ലാതെ കാല് നക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്നും പരിഹാസം. സഹമന്ത്രി സ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി. തൃശൂരിലെ മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ലെന്ന് അടുത്ത വൃത്തങ്ങൾ. അനുനയ നീക്കത്തിന് കേരള നേതാക്കൾ ഡൽഹിയിൽ. ജോർജ് കുര്യനെ വിദേശകാര്യം, ന്യൂനപക്ഷ ക്ഷേമം, സഹകരണം വകുപ്പുകളിൽ പരിഗണന. വിമതർക്ക് അന്ത്യശാസനവുമായി ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം. നിർദ്ദേശം പാലിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തെന്ന് മുന്നറിയിപ്പ്. സർക്കുലർ ഇറക്കി എറണാകുളം അങ്കമാലി അതിരൂപത. രാജ്യസഭാ സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ LDF CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. കേരള കോൺഗ്രസ് എമ്മുമായി കാലാവധി പങ്കിടാൻ ആലോചന. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ലീഗ് സ്ഥാനാർത്ഥിയായി ഹാരിസ് ബീരാനെ ഇന്ന് പ്രഖ്യാപിക്കും.